നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് തുടർന്നു വരുന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭിക്കണമെന്ന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ ലഭിക്കാൻ അർഹതയുള്ളവർ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തിയാൽ വാക്സിൻ കുത്തിവെക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1700 പേരാണ് ഒമാനിൽ വാക്സിനേഷൻ സ്വീകരിച്ചത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, പ്രമേഹം പോലുള്ള വിട്ടുമാറാത്ത അസുഖമുള്ളവർ, ഹൃദയം, ശ്വാസകോശം, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭിക്കാൻ അർഹതയുള്ളവർ. ഇവർക്ക് പുറമെ ആശുപത്രി ICUവിൽ ജോലി ചെയ്യുന്നവർ, കോവിഡ് വാർഡിൽ ജോലി ചെയ്യുന്നവർ, മറ്റു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ BMI 40-ലധികമുള്ളവരോ ആയ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർക്കും മുൻഗണനയുണ്ട്. US ജർമ്മൻ കമ്പനിയായ ഫൈസർ ബയോടെക്കിന്റെ വാക്സിനാണ് ഒമാനിൽ വിതരണം ചെയ്യുന്നത്. വാക്സിൻ എടുക്കാൻ ആരെയും നിർബന്ധിക്കുകയോ എടുക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഒമാൻ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വാക്സിൻ വിതരണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗുരുതര രോഗമുള്ളവരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ മുൻഗണനാ പട്ടികയിലുള്ളവർക്കാണ് ആദ്യഘട്ടമായി വാക്സിൻ നൽകുന്നത്. ഒമാനിൽ വാക്സിൻ തുടങ്ങിയതോടെ വാക്സിൻ പൊതുജനങ്ങൾക്ക് നൽകിയ രാജ്യങ്ങളുടെ പട്ടികയിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇടം നേടും. 15,600 ഡോസ് ഫൈസർ വാക്സിൻ ആദ്യഘട്ടം ഒമാനിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വാക്സിനേഷൻ തുടങ്ങുന്നത്. 2 ഡോസ് വാക്സിൻ 21 ദിവസത്തെ ഇടവേളയിലാണ് ആവശ്യക്കാർക്ക് നൽകുക. ജനുവരിയിൽ 2ാം ഘട്ട വാക്സിൻ 28,000 ഡോസ് ലഭ്യമാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ പ്രവർത്തകർ, ഗുരുതര രോഗബാധിതർ തുടങ്ങിയവർക്ക് മുൻഗണനാ ക്രമത്തിൽ വാക്സിൻ നൽകും. 3 ഘട്ടമായി 60% ജനങ്ങൾക്കും വാക്സിൻ ഉറപ്പാക്കുമെന്നും എന്നാൽ വാക്സിൻ സ്വീകരിക്കണമെന്ന് നിർബന്ധനയില്ലെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങളിൽ വാക്സിനേഷൻ പുരോഗമിക്കുകയാണ്. അതേസമയം കോവിഡ് വ്യാപനം കുറയുന്ന സൗദിയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഫൈസർ വാക്സിൻ സ്വീകരിച്ചു. സൗദിയിൽ 5 ലക്ഷത്തിലധികം പേരാണ് വാക്സിൻ സ്വീകരിക്കാൻ രജിസ്റ്റർ ചെയ്തത്. സൗദിയിൽ നിലവിൽ പ്രതിദിനം 200-ൽ താഴെയാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.